കേരളത്തിലെ പ്രേക്ഷകർ മലക്കോട്ടെ വാലിബൻ എന്ന സിനിമയെ ആദ്യ ദിനം മുതൽ കീറിമുറുക്കിയായിരുന്നു. വലിയ വിമർശനമാണ് ചിത്രത്തിന് രേഖപ്പെടുത്തിയത്. എന്നാൽ മറ്റു ഭാഷകളിലേക്ക് വാലിബൻ എത്തിയപ്പോൾ അവിടെ നിന്നും മികച്ച റെസ്പോൺസ് ആണ് ചിത്രത്തിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അത് കാണുമ്പോഴാണ് ഒരു ഞെട്ടൽ ഉണ്ടാക്കുന്നതും. മലക്കോട്ടെ വാലിബൻ കേവലം ഒരു നല്ല സിനിമയോ അല്ലെങ്കിൽ കേവലം ഒരു ലിജോ ജോസ് പെല്ലിശ്ശേരി സിനിമയോ മാത്രമല്ല, ഇന്നേ വരെ ഇന്ത്യൻ ഭാഷകളിൽ ഇറങ്ങിയിട്ടുള്ള ഏറ്റവും മികച്ച ഒരു ഫാന്റസി ചിത്രമാണ് ഈ ചിത്രം. ഒരു സെക്കൻഡ് പോലും ബോറടിപ്പിക്കാത്ത പാശ്ചാത്യ നാടുകളിൽ ബീസ്റ്റ് ഹണ്ടർ വാരിയറിന്റെ കഥകൾ പോലെ ഇന്ത്യയുടെ ഒരു നാടോടി കഥ. ഈ അടുത്ത കാലത്ത് ഒരു ഇന്ത്യൻ നടന്റെ ഏറ്റവും മികച്ച പെർഫോമൻസ് ആണ് മോഹൻലാലിന്റേത് എന്ന് നിസ്സംശയം പറയാം. പ്രാദേശിക സംസ്കാരത്തെ തൃപ്തിപ്പെടുത്താനുള്ള യാതൊരു ഗിമിക്കും ഇല്ലാതെ ഒരു ഇന്റർനാഷണൽ സിനിമ തിയേറ്റർ കുലുങ്ങും എന്നൊക്കെ പറഞ്ഞ് റിലീസ് ചെയ്തത് മാത്രമാണ് ഇതിന്റെ ഒരു പ്രശ്നം. ടിനു പാപ്പച്ചന്റെ ആ ഒരൊറ്റ സ്റ്റേറ്റ്മെന്റ് സിനിമയ്ക്ക് ഉണ്ടാക്കിയ ഡാമേജ് ചെറുതല്ല. സിനിമ കണ്ടിറങ്ങിയപ്പോൾ മുതൽ മനസ്സിൽ ഉണ്ടായിരുന്ന കാര്യം, ഇത്രയും ഗംഭീരമായ ഒരു സിനിമ എടുത്തു വെച്ചിട്ട് റിലീസിന് പിറ്റേ ദിവസം പ്രസ് മീറ്റ് കൂട്ടി സിനിമ ഇങ്ങനെ കാണണമെന്ന് പറയേണ്ടി വന്നു ലിജോയുടെ ഗതികേട് മാത്രമായിരുന്നു. അദ്ദേഹത്തിനുണ്ടായ ഡിസപ്പോയിന്റ്മെന്റ് ഇപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാകുന്നു എന്നും ചില വ്യക്തികൾ സൂചിപ്പിക്കുന്നുണ്ട്. അവരിങ്ങനെ പറയുമ്പോൾ അന്യഭാഷയിൽ നിന്നും മലക്കോട്ടെ വാലിബൻ എന്ന ചിത്രത്തെക്കുറിച്ച് ഗംഭീര വാക്കുകളാണ് പറഞ്ഞുകൊണ്ട് ഓരോ ആൾക്കാരും എത്തുന്നത്. അത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ അന്യഭാഷയിലുള്ള പ്രേക്ഷകരുടെ റെസ്പോൺസ് കണ്ടാൽ ഞെട്ടിപ്പോകും നമ്മൾ. ഈ ചിത്രത്തിന്റെ ഹിന്ദി പതിപ്പ് എത്തുകയുണ്ടായി. ചിത്രത്തിൽ മോഹൻലാലിന് വേണ്ടി ഡബ് ചെയ്തത് അനുരാഗ് കശ്യപ് എന്ന സംവിധായകനുമാണ്. അദ്ദേഹത്തിന്റെ വാക്കുകൾ കൂടി ഇന്നേ ദിവസം വലിയ രീതിയിൽ ശ്രദ്ധിക്കപ്പെടുന്നുണ്ട്. ഞാനിപ്പോൾ സിനിമയെ വിമർശിക്കുന്നത് അത്ര സീരിയസ് ആയി എടുക്കാറില്ല. കാരണം ഇന്ന് എല്ലാവരും സിനിമയെ വിമർശിക്കുന്നവരാണ്. സോഷ്യൽ മീഡിയയിൽ എല്ലാവരും സിനിമയെ വിമർശിക്കുന്നവരാണ്. ഞാൻ ഈ വിമർശകരിൽ ചിലരുടേത് മാത്രമേ സിനിമ ക്രിട്ടിക്സ് എന്ന നിലയിൽ വായിക്കാറുള്ളൂ. ബാക്കിയുള്ളവരുടേത് അവരുടെ ഒപ്പീനിയൻ ആണ്. ആളുകൾക്ക് അവരുടെ അഭിപ്രായങ്ങൾ തുറന്നു പറയാനുള്ള അവകാശമുണ്ട്. എന്നാൽ സിനിമയുടെ ബിസിനസ്സിന് അത് നല്ലതല്ല. അതേസമയം ഒരു നെഗറ്റീവ് വിമർശനത്തിന് ഒരിക്കലും ഒരു നല്ല സിനിമയെ ഇല്ലാതാക്കാൻ കഴിയില്ല. അതിന് ഒരു ഉദാഹരണം പറയാം ഞാൻ. സമീപകാലത്ത് സിനിമ ഇറങ്ങിയിരുന്നു. ഒരു മലയാള സിനിമയാണത്. ആരെങ്കിലും പുതുതായി എന്തെങ്കിലും ചെയ്യുന്നത് എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള കാര്യമാണ്. ആ സിനിമയ്ക്ക് എതിരെ ആളുകൾ ഒരുപാട് ഹേറ്റ് പ്രചരിപ്പിക്കുന്നുണ്ടെന്ന് ഞാൻ കേട്ടു. ഞാൻ മലക്കോട്ടെ വാലിബനെ കുറിച്ചാണ് പറയുന്നത്. ഞാൻ ആ സിനിമ ഓൺ സ്ക്രീനിൽ കണ്ടതാണ്. എനിക്ക് ആ സിനിമ ഒരുപാട് ഇഷ്ടമായി. അനുരാഗ് കശ്യപ് പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയായിരുന്നു: നമ്മൾ ഓരോരുത്തരും ഏതു തരം സിനിമയാണ് നമുക്ക് കാണേണ്ടത് എന്ന് ആദ്യമേ തന്നെ തീരുമാനിച്ചിട്ടുണ്ടാകും. പക്ഷേ അതാകില്ല സ്ക്രീനിൽ കാണാൻ സാധിക്കുക. ഞാനൊരു സിനിമ കാണാൻ പോകുന്നത് ബ്ലാങ്ക് ആയ മനസ്സോടെയാണ്. ഞാൻ മലക്കോട്ടെ വാലിബൻ കാണാൻ പോയത് അങ്കമാലി ഡയറീസ് പ്രതീക്ഷിച്ചിട്ട് ആയിരുന്നില്ല. ഞാൻ പോയത് മലക്കോട്ടെ വാലിബൻ കാണാനായിരുന്നു. ഞാൻ പോയി ലിജോ എന്താണ് ഈ സിനിമയിൽ ചെയ്തത് എന്ന് കാണാൻ വേണ്ടിയായിരുന്നു. മോഹൻലാൽ എങ്ങനെയാകും ആ കഥാപാത്രം ചെയ്തത് എന്ന് കാണാൻ വേണ്ടി കൂടിയാണ് തിയേറ്ററിൽ പോയത്. അനുരാഗ് കശ്യപ് പറഞ്ഞതുപോലെ തന്നെ ഒരു നെഗറ്റീവ് വിമർശനത്തിന് ഒരിക്കലും ഒരു നല്ല സിനിമയെ ഇല്ലാതാക്കാൻ കഴിയില്ല എന്നതാണ്. ചിത്രത്തിന്റെ അഭിപ്രായങ്ങൾ വേൾഡ് സിനിമയിൽ നിന്നും എത്തിക്കൊണ്ടിരിക്കുന്നു. മറ്റ് ഇതര ഭാഷയിലുള്ള സിനിമാ പ്രേമികൾ ചിത്രത്തെ പുകഴ്ത്തുന്നത് കണ്ടാൽ ഞെട്ടലുണ്ടാക്കും എന്നത് തന്നെയാണ് ഇപ്പോൾ പറയാനുള്ളത്. പലരുടെയും കമന്റുകൾ എക്സ് പ്ലാറ്റ്ഫോമുകളിലും സോഷ്യൽ മീഡിയയിലും എത്തുന്നത് ശ്രദ്ധിക്കപ്പെടുന്നുണ്ട്. ഇപ്പോൾ പലരും അത് കാണുന്നുണ്ട്. നിരവധി അന്യഭാഷാ പ്രേക്ഷകരാണ് ചിത്രത്തിനെ കുറിച്ച് ഗംഭീര വാക്കുകൾ പറഞ്ഞുകൊണ്ട് എത്തുന്നതും. മോഹൻലാലിനെയും ലിജോ ജോസ് പെല്ലിശ്ശേരിയും പുകഴ്ത്തുക തന്നെയാണ് അവർ സോഷ്യൽ മീഡിയയിലൂടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്.